കൊച്ചി വൈറ്റിലയിൽ സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രം. പോലീസ് റെയ്ഡിൽ 10 സ്ത്രീകളെ പിടികൂടി. ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ലഹരി ഉപയോഗത്തിന്റെ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധന, അപ്പോൾ അവിടെ ലഹരി ഉപയോഗം മാത്രമല്ല, ഒരു സ്പായുടെ മറവിൽ നടന്ന അനാശാസ്യ കേന്ദ്രം കൂടിയാണ് കണ്ടെത്തിയത്, അല്ലേ? വിജയകുമാർ, വൈറ്റിലയ്ക്ക് സമീപത്തുള്ള ആർട്ടിക് ഹോട്ടലിലാണ് സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. നിലവിൽ 11 സ്ത്രീകളെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. കൊച്ചി നഗരത്തിൽ സ്പാകൾ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. അത് പലപ്പോഴും പോലീസ് പോലും കണ്ടില്ല എന്ന് വെക്കുന്നതാണ് പതിവ്. പക്ഷേ ഇന്ന് ഇവിടെ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഇവിടെ എത്തിയത്. മരട് പോലീസിന്റെയും കൊച്ചി ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ഏതായാലും ഈ പരിശോധനയിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളാണ് ഈ അനാശാസ്യ കേന്ദ്രം സ്പായുടെ മറവിൽ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് മരട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ആ സ്ത്രീകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ പലപ്പോഴും ഇത്തരം കേന്ദ്രങ്ങൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന വിവരങ്ങൾ പോലീസിന് അറിയാം. പക്ഷേ പിടികൂടിയാലും അത് നിയമത്തിന് മുന്നിൽ വരുമ്പോൾ നിസ്സാരമായി ഇത്തരക്കാർ ഊരിപ്പോകുന്നതാണ് പോലീസും ഇത്തരം കേന്ദ്രങ്ങളെ വിട്ടുകളയുന്നത്. ഏതായാലും ഡാൻസ് ഓഫ് ടീമിന്റെ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ആർട്ടിക് ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ഈ അനാശാസ്യ കേന്ദ്രം പിടികൂടിയിരിക്കുന്നത്. യെസ്, ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. ഇനി ലഹരി അവിടെ എത്തിച്ചിട്ടുണ്ടോ, ലഹരി ഉപയോഗം അവിടെ നടന്നിട്ടുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ചുള്ള പരിശോധന അവിടെ പോലീസൊക്കെ നടത്താൻ പോകുന്നതേ ഉള്ളൂ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.